മണി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്കിവിടെ ഇതാ കണ്ടോ, ഇതൊരു സ്കാലപ്പ് മോഡൽ കഴുത്തടിച്ചിട്ട് പ്രിൻസസ് കട്ടടിക്കുന്ന ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണ്. ഫുൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് തയ്ക്കുന്ന രീതി ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇവിടെ കട്ട് ചെയ്യാതെയാണ് ഈ പ്രിൻസസ് കട്ട് അടിച്ചിരിക്കുന്നത് കേട്ടോ. കട്ട് ചെയ്യാതെ എളുപ്പത്തിൽ നമുക്ക് പ്രിൻസസ് കട്ട് എങ്ങനെ അടിക്കാം, അതുപോലെ ഈ സ്കാലപ്പ് എങ്ങനെ അടിച്ചെടുക്കാം. സ്ക്വയർ നെക്കിൽ സ്കാലപ്പ് കണ്ടോ. നമുക്കിന്നൊരു എളുപ്പ വഴിയിൽ ഒരു പ്രിൻസസ് കട്ട് എങ്ങനെ നമുക്ക് തയ്ക്കാമെന്ന് ഒരു ചെറിയ പീസാണ്, ഫ്രണ്ട് പീസാണ്. ഇതിൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ ഈ സ്കാലപ്പ് മോഡൽ ഈ 3 വരത്തുള്ളൂ കേട്ടോ. സ്ക്വയറായിട്ട് വന്നിട്ട് ഈ സ്കാലപ്പാണ്. ഇവിടെ മാത്രം സ്കാലപ്പ് സ്ക്വയറായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് സ്കാലപ്പ് അടിച്ചതിന് ശേഷം. അപ്പോൾ നമുക്കിത് പ്രിൻസസ് കട്ടായിട്ട് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ സ്കാലപ്പ് ഇത് ഞാൻ ക്യാൻവാസ് വെട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ആദ്യം ലൈനിങ് അടിയിൽ വയ്ക്കുക. നമുക്ക് എളുപ്പ വഴിയിൽ പ്രിൻസസ് കട്ട്, അതായത് ഇവിടെ ഈ സ്കാലപ്പ് മോഡലുണ്ട് കണ്ടോ, ഈ സ്കാലപ്പ് പോലെ മോഡലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രിൻസസ് കട്ട് വെട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിങ്ങനെ വെച്ചും കൊണ്ട് തന്നെ കട്ട് ചെയ്യാതെ സ്കാലപ്പ് അടിക്കുക, ഇത് പ്രിൻസസ് കട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഫ്രണ്ട് പീസ് മാത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കഴുത്തൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിൻ്റെ കഴുത്തൊന്ന് വരച്ചെടുക്കണം. അതായത് ഇതിപ്പോൾ തുണിയിൽ വരയ്ക്കുന്ന ചോക്കാണ് കേട്ടോ. ഇതിലിട്ട് പേനയിട്ട് വരയ്ക്കരുത്, നിങ്ങൾ ചോക്കിട്ട് വരച്ചാൽ തെളിയത്തുമില്ല. അപ്പോൾ നമുക്ക് ഈ ചോക്കിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിന്ന് സ്ക്വയറാണ് നോക്കണം. ഇവിടെ 2 ഇഞ്ച്, ഇവിടെ 2 ഇഞ്ച്, എന്നിട്ട് നമുക്കൊരു 6 ഇഞ്ച് വീതിയാണ് വേണ്ടത്. ഇതിപ്പോൾ ഏറ്റൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വരച്ചു കൊടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടിയിട്ട് ഇത് ഒട്ടിച്ചിട്ടാണ് തയ്ക്കുക, പക്ഷേ അതിന് ഇവിടെ വെട്ടരുത്, ഇവിടെ മാത്രം വെട്ടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് തയ്ച്ചെടുക്കാം. എളുപ്പ വഴിയിൽ നമുക്ക് ഇത് തയ്ച്ചെടുക്കാം. പിന്നെ ഈ സ്കാലപ്പ് മോഡൽ എങ്ങനെയാണ് അടിക്കുന്നതെന്നും കാണാം നിങ്ങൾക്ക്. ഇത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി തൽക്കാലം ഒരു 2-3 പിന്ന് കൊടുക്കണം കേട്ടോ. നമുക്കപ്പോൾ ഈ സ്കാലപ്പ് ഒന്ന് കൃത്യമായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ രൂപം ആ സ്കാലപ്പ് അടിച്ചിട്ടില്ല, അതിൻ്റെ ഷേപ്പ് മാറാതെ നമ്മൾ കറക്റ്റ് ആ ലെവലിൽ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ. സ്കാലപ്പല്ല, ഇത് സ്കാലപ്പ് മോഡലിൽ നമ്മൾ കഴുത്തടിക്കുന്നതാണ്. സ്ക്വയർ നെക്ക് വന്നിട്ട് സ്കാലപ്പ് മോഡൽ. അപ്പോൾ നിങ്ങൾ പതുക്കെ ഞാൻ പറഞ്ഞാലല്ലോ, നിർത്തി അടിക്കുമ്പോൾ നിങ്ങൾ ഈ സൂചി താഴ്ത്തി വെച്ചിട്ട് വേണം നിങ്ങളത് ഇതിൻ്റെ ഇത് പൊക്കിയെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ സൂചി ഇളയിക്കും. ഒരുപാട് തയ്യൽ തുമ്പിട്ടാൽ അത് മടക്കി വരുമ്പോഴത്തേക്കും അവിടെ അതിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസം വരും കേട്ടോ. ഇത് സ്ക്വയർ നെക്കാണ്, പക്ഷേ ഈ സൈഡ് മാത്രമേ സ്കാലപ്പുള്ളൂ. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മറിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ഈ തുമ്പ്, അതായത് ഈ കോണ് വരുന്ന ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഈ കോണ് വരുന്ന ഭാഗമെല്ലാം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. കാരണമെങ്കിൽ നമുക്കവിടെ മറിച്ച് കിട്ടുള്ളൂ, ആ ഒരു മുക്ക് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ കണ്ട. അപ്പോൾ ഇതാണ് കഴുത്ത് വരുന്നത്. അപ്പോൾ നമുക്കിതിനൊന്ന് മറിച്ചിടും. മതി, നമുക്ക് ചെറിയൊരു വളവ് വരും. ഇവിടെ നല്ല കട്ടി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കൊണ്ട് വളഞ്ഞ് കളയും. അതായത് 2 നനപ്പൊക്കെ നനച്ച് വരുമ്പോൾ നമുക്കതൊരു വളവ് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല കട്ടി ക്യാൻവാസാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇത് നമ്മളൊന്ന് നൂത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. സ്കാലപ്പ് നമുക്ക് സ്ക്വയർ നെക്കിൽ 3 വളവാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ സ്കാലപ്പ് ഇത് വെട്ടുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 2 മടക്കി വെച്ചിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾ വരച്ചതിന് ശേഷം, ഇതിപ്പോൾ ഈ മോഡലായിരുന്നാലും വേറെ എന്ത് മോഡലായിരുന്നാലും പേപ്പറിൽ വരച്ചതിന് ശേഷം ക്യാൻവാസിൽ വെട്ടിയെടുക്കുക. ക്യാൻവാസ് ആദ്യം വെച്ച് തുണിയിൽ ഒട്ടിക്കുക. അതിന് ശേഷം നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ തുണിയിൽ നിന്ന് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയുക കേട്ടോ. കട്ട് ചെയ്തിട്ട് തയ്ച്ചാൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നല്ല നമുക്ക് കറക്റ്റിന് കിട്ടും. ഒരു പക്ഷേ നിങ്ങൾക്ക് തെറ്റിപ്പോയാലും പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കട്ട് ചെയ്തിട്ട് തയ്ക്കാതെ തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം 6.5 ഇഞ്ചാണ് നമുക്ക് വൈഡ് വേണ്ടത്.
പിന്നെ ഒരു 6 ഇഞ്ചാണ് നീളം വേണ്ടത്. അപ്പോൾ 6 കുഴി വരുന്ന ഭാഗം 6 ഇഞ്ചാണ് നീളം വരണം. കാരണം 6 ഇഞ്ച് നീളം വരും. ഇപ്പോൾ അത്യാവശ്യം വൈഡുണ്ട് നീളമുണ്ട്. അപ്പോൾ നമ്മളിത് ലൈനിങ് ഇവിടെ വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ലൈനിങ്ങിന് ചെറിയൊരു മടക്ക്, അതായത് ഈ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് ലൈനിങ് വെച്ച് മറിച്ചടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഭാഗം പോകും. അതുകൊണ്ട് നമ്മളിവിടെ ആദ്യം നമ്മളൊരു മടക്കുന്നു. 2 മടക്കിട്ട് തയ്ച്ചു കൊടുക്കാം. കാരണം നമ്മൾ മറിച്ചിട്ടല്ലേ എടുക്കുന്നത്. സാധാരണ ഇതിൽ തയ്ച്ച് നമുക്ക് മറിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഇവിടെ തയ്ക്കേണ്ട ആദ്യമേ. ഇത് നമുക്ക് ഇവിടെ ഈ സ്കാലപ്പ് പോലുള്ള ഭാഗം ഉള്ളതുകൊണ്ട് നമുക്കവിടെ നിന്ന് മറിച്ചിട്ടെടുക്കണ്ട. ഇതുപോലെ നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കാലപ്പിൻ്റെ ഭാഗത്ത് ഇത്രയും വിട്ടാണ് നമ്മൾ ലൈനിങ് അടിക്കുന്നത് ഇതിന് കേട്ടോ. അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ലൈനിങ് കയറ്റാൻ പറ്റത്തില്ല, ഇതിൻ്റെ ഷേപ്പ് പോകുന്നുണ്ട്. ഇതിങ്ങനെയാണ് അടിക്കുന്നത്. അപ്പം ഇനി നമുക്കിതിൻ്റെ പ്രിൻസസ് എടുക്കണം അല്ലേ. പ്രിൻസസ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണ്ടത്, ഇതിന് നമ്മൾ കറക്റ്റായിട്ട് 2ആയിട്ട് പിടിക്കുന്നുണ്ട്. 2ആയിട്ട് നമ്മൾ പിടിച്ചിട്ട് കറക്റ്റ് മിഡിലെടുക്കുക. ഇതിൻ്റെ മിഡിലെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയാണ് മിഡിൽ വരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി മിഡിലായിട്ട് എടുക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇനി അതിൻ്റെ പകുതിയാണ് മിഡിലുള്ള. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്നൊരു 3.5 ഇഞ്ചാണ് നമുക്കിവിടെ വരേണ്ടത്. അപ്പോൾ ആ 3.5 ഇഞ്ചിൽ നമുക്കൊരു പിന്ന് കൊടുക്കാം അല്ലേ, അല്ലെങ്കിൽ വരച്ചു കൊടുക്കാം. വരച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കാം കേട്ടോ. ലൈനിങ്ങിൽ കൊടുക്കാം. നമുക്ക് 8 ഇഞ്ച് അകലം കൊടുക്കാം. ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അകലം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു ചെറിയ അടയാളം കൊടുത്തു. ഈ പെൻസിലിട്ടായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടയാളം കൊടുത്തു. 8 ഇഞ്ചാണ്. 8 ഇഞ്ചിലൊരു അടയാളം കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് ഇതിൻ്റെ ലെന്ത് എന്ന് പറയുമ്പോൾ ഒരു 9 ഇഞ്ച്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ കറക്റ്റ് അടയാളപ്പെടുത്തിയെടുത്താണ് 9 വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 9 കൊടുത്തു. അപ്പോൾ ഈ 8ൻ്റെ നേരെ മുകളിൽ 9. അപ്പോൾ ആ കറക്റ്റ് 9 ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ മിഡിലിൽ കൊണ്ടുവന്ന് ഒരു വര വരയ്ക്കാം. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, നമ്മളിവിടെ കൂടെ ഒരു തയ്യൽ കിട്ടുന്നത്. ഈ രണ്ടും കൂടെ ചേർത്ത് വെച്ചാണ്, ലൈനിങ്ങും ഇതും കൂടെ ചേർത്ത് ഒരു തയ്യൽ വെച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തും അതുപോലെ ഒരു തയ്യൽ വെച്ചു. അപ്പം ബ്രസ്റ്റ് പോയിൻ്റ് വരുന്നത് നമുക്ക് ഈ 9 വരും കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ നിന്നും അതുപോലെ നമുക്കൊരു തയ്യൽ കൊടുത്തു. അതും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഈ മിഡിലിൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ജോയിൻ ചെയ്യും. ഈ തയ്യൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ മുട്ടിക്കും. അപ്പോൾ നമുക്ക് ഇനി ഈ പിന്നെടുക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതിനെ ഇങ്ങോട്ട് മറിച്ചിടണം. ഇതിനെ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഈ ലൈനിങ്ങിനെ നമ്മൾ ഈ നല്ല ഭാഗത്തോട്ട് മറിച്ചിട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. ഇവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ സ്കാലപ്പിൻ്റെ ഡിസൈൻ വലുതായിട്ട് പോകത്തില്ല. വെട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മോഡൽ പോകും. അപ്പം വെട്ടാൻ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങോട്ട് മറിച്ചിട്ടെടുത്ത് ഇതിൻ്റെ എൻഡിലൂടെ പിടിക്കണം കേട്ടോ. നല്ല ഫിനിഷായിട്ട് പിടിക്കണം. ഒരു ഭാഗം കൂടുതലും കുറവായിട്ട് വരല്ലേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കോട്ടിയെടുക്കണം. എന്നിട്ട് കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിനെ ഇങ്ങനെ പിടിച്ച് മറിച്ചിട്ട് കണ്ടോ. അപ്പോൾ നമുക്കിവിടെ നിന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇത് കൊച്ചുകുട്ടി ആയതുകൊണ്ടാണ് കേട്ടോ, വലിയ ബ്രസ്റ്റിൻ്റെ ആ ഭാഗം അങ്ങനെ നമുക്ക് പോയിൻ്റൊന്നും ഒരുപാട് വരണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചാൽ. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് കുറച്ചുകൂടെ ഇങ്ങനെ കോട്ടി കൊടുക്കണം, ഇവിടെ നിന്ന് കുറച്ച് കോട്ടി കൊടുക്കണം. അപ്പോൾ നല്ല ഇത് കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് നല്ല ഒരു കറക്റ്റ് അടയാളത്തിന് കിട്ടി. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ അതുപോലെ എടുക്കാം കണ്ടോ. ഇങ്ങനെയാണ് പിടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടോ ഈ തയ്യൽ ഇതിനുള്ളിൽ കിടക്കും. നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ അടിക്കുക. ഇതുപോലെ ലൈനിങ് ബ്ലൗസ് അടിക്കാനും എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഡാട്ടെല്ലാം ഇതുപോലെ അടിച്ചെടുത്താൽ നല്ല കവർ ചെയ്ത് ഡാറ്റിൻ്റെ തയ്യലൊന്നും പുറത്ത് കാണത്തില്ല, എല്ലാം അകത്ത് കൊടുത്തോളും കേട്ടോ. ഇങ്ങനെ അടിച്ചെടുക്കാൻ നിൽക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡും നമുക്കിതുപോലെ അടിച്ചെടുക്കാം. ഇനി ഇത് ഇങ്ങോട്ട് തിരിച്ചെടുക്കാം. അപ്പം നമുക്കിവിടെ കറക്റ്റായിട്ട് ആ പ്രിൻസസ് കട്ട് കിട്ടി. ഇവിടെയൊന്നും വേണ്ട, വെട്ടി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്ന് പൊളിക്കുകയോ വല്ലതും ചെയ്യണമെങ്കിൽ വലിയ പാടായിരിക്കും. ഇത് പൊളിക്കുകയൊന്നും വേണ്ട കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ പ്രിൻസസ് കട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പീസ് ഈ സ്കാലപ്പിൻ്റെ ആകൃതിയിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കണ്ടോ. ഇത് തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എളുപ്പത്തിൽ തയ്ച്ചെടുക്കുകയും ചെയ്യാം, നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഞാനിത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി നമുക്കിത് ഇതിൽ കൂടെ അങ്ങ് തയ്ച്ച് വെക്കാം. ഇവിടെ തയ്ക്കണ്ട കേട്ടോ, ഇവിടെ അങ്ങ് വിട്ടിരുന്നാൽ മതി. കാരണം നമ്മളവിടെ മടക്കി അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് വിട്ടാൽ മതി. ഇനി ബാക്കി പീസെല്ലാം കൂടെ തയ്ച്ച്, കൈ നോർമലാണ് ഇതിൻ്റെ, വേറെ മോഡലൊന്നും ഇല്ല. അല്ലെങ്കിൽ ഞാനെല്ലാം മുഴുവനും കാണിച്ചു തന്നെ നിങ്ങൾക്ക് മുഴുവൻ സമയം ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് നല്ലത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഒരു പ്രിൻസസ് കട്ടാണ്, കറക്റ്റായിട്ട് നമുക്ക് പ്രിൻസസ് കട്ട് കിട്ടുകയും ചെയ്യും. ഈ കണ്ട കഴുത്തൊക്കെ നിലപാട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കഴുത്തിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ തയ്ച്ചു കൊടുത്താൽ അതവിടെ പതിഞ്ഞിരിക്കും കേട്ടോ. അത് അകത്തൂടെ ഒരല്പം ദൂരെ കൂടെ അടിക്കണം, അപ്പം നമുക്ക് നല്ലതായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. എൻ്റെ ഈ സ്കാലപ്പിൻ്റെ ഒരേ അളവിന് അടിച്ചെടുക്കണം കേട്ടോ. എൻഡിലൂടെ അടിക്കണ്ട, സെയിം നൂലായിരിക്കണം, അല്ലെങ്കിൽ അത് തയ്യൽ വൃത്തിയിടാവും കേട്ടോ. ഇതിൻ്റെ കൈക്കുഴിയെല്ലാം ഒന്ന് പതിച്ചടിക്കാം. ലൈനിങ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്ന് ഇതിങ്ങനെ അടിച്ചു വെച്ചാൽ ഈ തയ്യൽ ഇളകത്തുമില്ല, ഇതിൻ്റെ അടിയിലുള്ള ഭാഗം ഇങ്ങോട്ട് കാണത്തുമില്ല, അതങ്ങനെ പതിഞ്ഞിരിക്കും. ഇവിടെയും കൂടെ നമുക്കൊന്ന് പതിച്ചെടുക്കാം. കണ്ട ഇതിൻ്റെ ഷോൾഡറൊക്കെ വളരെ വീതി കുറവാണ്. ഇങ്ങനെ ഇതിപ്പോൾ ഇട്ട് വരുമ്പോൾ ഒരു 12 ഇഞ്ച് ഷോൾഡർ അത്രയും മതി. ചെറിയ കുട്ടിയാണ്, 31 ഇഞ്ച് ചെസ്റ്റ് വണ്ണുള്ളൊരു കുട്ടിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ബാക്കി അങ്ങ് അടിച്ച് കുറച്ചിട്ടെങ്ങനെയാണ് എന്ത് നല്ല ഭംഗിയായിട്ട് കിട്ടിയെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്കാലപ്പ് അടിച്ചെടുക്കാൻ ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയ്യിലൊക്കെ സ്കാലപ്പ് അടിക്കാനോ താഴത്ത് ഇതുപോലെ സ്കാലപ്പ് അടിക്കാനോ ഒക്കെ വേണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിച്ചിരിക്കണം. പക്ഷേ അകത്ത് ക്യാൻവാസ് കൊടുത്ത് എല്ലാത്തിനും വേണ്ട, ഇതുപോലെയുള്ള ടൈറ്റായി നിൽക്കുന്ന ഭാഗത്ത് മാത്രം ക്യാൻവാസ് കൊടുത്ത് അടിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫിനിഷായിട്ടൊന്ന് തേച്ചിട്ട് വരാം. ഓക്കെ, നോക്കിയാൽ ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കഴുത്തൊക്കെ കണ്ടോ, നല്ല അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് വീതിക്ക് അടിക്കണം കേട്ടോ. ഇതുപോലെ കുറച്ചൊന്ന് വീതിക്ക് അടിക്കണം, അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. എൻഡിൽ കൂടെ അടിച്ചു പോയാൽ ചിലപ്പോൾ അത്രയും ഭംഗി കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതുപോലെ കണ്ടാം, ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെ നമ്മൾ അടിച്ചതാണ് പ്രിൻസസ് കട്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് എന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എന്നാലും ഞാൻ കാണിച്ചുതരാം കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. നമുക്ക് എന്ത് എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സമയം കൂട്ടി പറഞ്ഞു തന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഭാഗങ്ങൾ പറ്റിയാൽ നിങ്ങൾക്ക് അറിയാം, കാരണം ഞാൻ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ഫുൾ ബ്ലൗസാണ് കേട്ടോ, 15 ഇഞ്ച് ഇറക്കമുള്ള ബ്ലൗസാണ്. ഇതിനുണ്ടോ കറക്റ്റ് 15 ഇഞ്ച്. ഇവിടെ തയ്യൽ തുമ്പ് പോയിട്ട് ബാക്കി 15 ഇവിടെ മടക്കാനൊന്നുമില്ല, അതുകൊണ്ട് കറക്റ്റ് 15 ഇഞ്ച് ഇറക്കം, 15 അര ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പും ബാക്കിയുള്ളത് ഇതിനും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.